ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാട് വാഴക്കാലിലുള്ള ഹോട്ടൽ ഗാലക്സിയുടെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ ഗ്യാസിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ കിട്ടാനില്ലല്ലോ. പല ഹോട്ടലുകാരുടെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാരുടെ അവസ്ഥ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ തന്നെ വന്നതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, കാക്കനാട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഒരു 2-3 ഹോട്ടലുകൾ എടുത്താൽ ഒന്ന് ഗാലക്സി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഗാലക്സി ഹോട്ടലിലാണ് നിൽക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഗാലക്സി ഹോട്ടലിലെ ഓണറിൽ ഒരാളായ ബഷീർക്ക് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗാലക്സി ഹോട്ടൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണമുണ്ട്, ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കാക്കനാട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തുനിന്ന് വന്നേക്കണവർ ഫുഡിനെ ആശ്രയിക്കും. പുറത്തുനിന്നല്ല കേട്ടോ, ഇവിടെ ഉള്ളവർ കേട്ടോ. ഫുഡിനെ ആശ്രയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ ഒരു 2-3-4 എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗാലക്സി ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മുടെ സുധീരൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിരുന്നു, അദ്ദേഹം ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഹോട്ടൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ അപാകതയുണ്ട്. 17-ാം തീയതി തൊട്ട് അടച്ചിട്ടേക്കണേ ഞാൻ ഇത് കണ്ടിരുന്നു, അവിടെ എഴുതി വെച്ചേക്കണത്. ഇതിന് മുന്നേ ഞാൻ വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കേട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ് 2 കുറ്റി എന്തോ ബാലൻസ് കുറച്ചിരുന്ന് വെച്ചത് വെച്ചിട്ടാണ് ഈ നോമ്പ് തുറ വിഭവങ്ങളെങ്കിലും ഇപ്പോൾ വൈകുന്നേരങ്ങളിലെങ്കിലും കൊടുക്കാൻ സാധിച്ചത്. അല്ലാണ്ട് രാവിലെയൊന്നും കട തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ ആ ഗ്യാസ് കുറ്റിയും കൂടി തീരണയാണ്. അപ്പോൾ ഈ പണിക്കാരെ മാനേജ് ചെയ്യണ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതെന്താണ് നമ്മുടെ ഈ കാണികളോട് പറയാനുള്ളത്? കുറേ ഹോട്ടലുകാർ ഓണേഴ്സും അല്ലെങ്കിൽ അടുത്ത പണിക്കാരുടെ കുടുംബവും എല്ലാം കാണാതെ പോകരുത്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇത്ര എനിക്ക് 2 കുറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര ദിവസം പണിക്കാർ പോകാതിരിക്കാതെ അവരെ കൊണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വൈകിട്ട് ഞാൻ ഒരു 3:30 മണിക്ക് തുറന്ന് ഒരു 5-6 മണി വരെ ഉള്ള രീതിയിൽ അവരെ കൊണ്ട് തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാണ് ഞാൻ എത്രയും പോയിരുന്നത്. വേറെ ഒന്നുമില്ല, ഡൈനിങ്ങിന് കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല. എനിക്കൊരു ദിവസം 6 കുറ്റിയൊക്കെ എനിക്ക് ശരാശരി വേണം ഒരു ദിവസം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവർ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കുറച്ച് ഇതായിട്ട് ഞാനൊരു വാങ്ങി കൊടുക്കുന്ന സമയം വരെയൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിനിഷ് ഇന്നത്തോണ്ട് ഫുള്ള് 15-ാം തീയതി അതും ഫിനിഷ് ആവണേ. ഇപ്പോൾ അവർക്കുള്ളൊരു കുറച്ച് ഗ്യാസ് ഞാനിവിടെ വെച്ചിരുന്നത് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഗ്യാസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങൾ എന്താവും എന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് എന്തായാലും ഞാൻ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. എന്താവും എന്നത്തേക്ക് ആവും എന്നുള്ളൊരു എൻ്റെ മാത്രമല്ല എല്ലാ ഹോട്ടലുകാരും സ്ഥിതി അതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ പിടിച്ച് നിർത്താൻ മലയാളീസ് കുറച്ച് പേര് വീട്ടിൽ പോയി ബുധനാഴ്ച നമ്മുടെ ഹിന്ദിക്കാരും കുറച്ച് ടീമാണ്. അപ്പം ബുധനാഴ്ച ഗ്യാസ് കിട്ടുമെന്ന് പറയണത് ഉറപ്പായിട്ടില്ല അല്ലേ? ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, കിട്ടുമെന്നൊക്കെ പുറമേയുള്ള ന്യൂസ് എനിക്ക് അറിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാൻ തന്നെ റോക്കറ്റ് അടുപ്പെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പൊതുവെ പെട്ടെന്ന് ഒരു വൈറൽ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എൻ്റെ കൂട്ടുകാരൻ പാരഡൈസ് ഹോട്ടലിൽ അവൻ കോയമ്പത്തൂരൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. വെച്ചാൽ പെട്ടെന്നാണല്ലോ ഇതൊരു വന്നത്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ ഹോട്ടലാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ സ്റ്റോക്കില്ല. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സാധനം വരുന്നത്. അതിന് 10-30 ദിവസം ഒക്കെ താമസമാണ് പറയുന്നത്. പിന്നെ ഇവിടെയും പല സ്ഥലത്തും ഉണ്ട്. അത് പല ആയിട്ടാണ് റോക്കറ്റെടുപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ചിലവർ കാസ്റ്റിംഗ് ടൈപ്പ് അങ്ങനെ പലതും പറയുന്നത്. പെട്ടെന്നൊരു പ്രതിസന്ധി നമുക്ക് ഇപ്പോൾ തുടങ്ങാനുള്ള കണ്ടീഷനില്ല. അല്ല, മേടിച്ചാലും പ്രശ്നമാണ്. ഇത് എങ്ങനെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നേരത്തെ എന്നോട് പറഞ്ഞാൽ അറിയണം എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഗ്യാസ് വെച്ച് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒന്നും നമുക്ക് പറ്റാത്ത സാഹചര്യം. അല്ല, ഈ ഇൻഡക്ഷൻ കുക്കർ കിട്ടാനുള്ള ഓൺലൈനിൽ പോലും കിട്ടണില്ല. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് കോയമ്പത്തൂർ അന്വേഷിച്ചിട്ട് ഈ പറഞ്ഞ എന്താണ് റോക്കറ്റ് സ്റ്റൗ കിട്ടാനില്ല. രണ്ട് പുള്ളി വേറെ എവിടെയോ ചെന്നൈയിൽ എവിടെയോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. 8 ദിവസം കൊണ്ട് 5 ദിവസം 8 ദിവസം കൊണ്ട് അന്വേഷിച്ചപ്പോൾ എല്ലാം അവിടെ ഒരു ഓർഡർ എടുക്കണുള്ളൂ. ഇന്നത്തേക്ക് ഡേറ്റിന് കൊടുക്കാന്നുള്ളൊരു എഗ്രിമെന്റ് ആരും പറയുന്നില്ല. വേറൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് 3 ബ്രാഞ്ചസുകളാണ് ആവിയൻസ് ബിരിയാണി എന്ന് പറയും. ഇന്ന് ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നോക്കിയേക്കണ വിറകൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സ്ഥലം എവിടെയോ നോക്കിയിട്ട്. അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി അതിൽ ചെയ്യാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവന് ഇത് പൂട്ടേണ്ട അവസ്ഥയാണ്. അപ്പോൾ പലരും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നേരിടാൻ പോകുന്നു. പലരും നേരിട്ട് തുടങ്ങി അല്ലേ? പല ഹോട്ടലുകളും പൂട്ടിയില്ല. ഇവിടെ മിക്ക ഹോട്ടലുകളും പൂട്ടിക്കാറുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്ത് ഒരുപാട് പല സ്ഥലത്തും കൂടി ഇങ്ങനെ കറങ്ങി വന്നാണ്. മിക്ക കടകളും അടഞ്ഞു നടക്കണം. അടങ്ങാണ്ട് ഇത് ഗ്യാസ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ മുന്നേ സംസാരിച്ച മിക്ക പറഞ്ഞാണ്, അത് ചില ഹോട്ടലുകളിൽ ഇപ്പോൾ പുറത്ത് സ്ഥലം ഉണ്ടാവുമായിരിക്കും, അവർക്ക് ഇപ്പോൾ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കൂട്ടാം. അല്ലാത്തൊരു സ്പേസിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയുടെ പ്രശ്നം ടൗണിൽ അപേക്ഷിച്ച ചെറിയ കടകളാണ്. അപ്പോൾ അവർക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം അതുണ്ടാവില്ല. പുകയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ എനിക്ക് ഫുള്ള് റണ്ണാക്കാന്ന് വെച്ചാൽ നമുക്കിതൊന്നും ആക്കൊന്നും പറ്റില്ല. തൽക്കാലം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കുറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടെങ്കിലും
നമുക്ക് റോൾ ചെയ്തല്ലേ. എനിക്ക് തന്നെ എല്ലാ കടക്കാരും ഇപ്പോൾ ഞാനിപ്പോൾ 6 കുറ്റി എടുക്കുന്നത് എനിക്ക് 1 കുറ്റിയൊക്കെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാഫിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനും ഒക്കെ എല്ലാം പറ്റും. എനിക്ക് മാത്രമല്ല എല്ലാ കച്ചവടക്കാരനുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ചിലവർ സ്വന്തം ഭാര്യയും ഭർത്താവും കൂടിയൊക്കെ ആയിട്ട് കച്ചവടം എന്തെങ്കിലും ഉണ്ടാക്കി ഉപജീവന മാർഗമായിട്ടാണ് നടക്കുന്നത്. അവരെല്ലാം എല്ലാവരും പട്ടിണിയിൽ തന്നെയായില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം. അങ്ങനെയുള്ളവരൊക്കെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഒന്ന് അവരൊക്കെ അന്വേഷിക്കുക കേട്ടോ. അല്ലേ 2 ഒരുത്തിന് കൊടുക്കണം, ഇല്ലാത്തവന് കൊടുക്കാൻ പറഞ്ഞാൽ എന്ന് അന്വേഷിക്കുക. ആവശ്യത്തിന് വെച്ചാൽ ആരും കയ്യിൽ വരണ എക്സ്ട്രാ ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിലാണെങ്കിൽ നമുക്കൊരു കുറ്റി ഇപ്പോൾ കടയിൽ ചെന്ന് കുറ്റി തീർന്നു പോയി നമുക്ക് വാങ്ങിക്കാം. ഇതിപ്പോൾ ആർക്കും കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനുള്ള സംവിധാനം ആരുടെടുത്തുമില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പം ആരുടെടുത്തും കുറ്റി തന്നെയല്ലേ, ചെറിയ കുറ്റി ഇല്ലല്ലോ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ആണെങ്കിൽ വലിയ കുറ്റികൾ നമുക്ക് മറ്റേ ഹോസ്പിറ്റലുകളിൽ മിലിറ്ററി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊടുക്കാനുള്ള ഓർഡർ മാത്രമേ ഉള്ളൂ. അത്യാവശ്യ സർവീസാണ്. അപ്പോൾ അവർക്കൊക്കെ വന്നിട്ടുണ്ട്. അതേപോലത്തെ ഒരു അത്യാവശ്യ സർവീസാണ് ശരിക്കും ഹോട്ടലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ജനങ്ങൾ പല സ്ഥലത്തും വന്നിട്ട് ഒരു പ്രാഥമിക കാര്യങ്ങൾ കാണണമെങ്കിൽ നേരെ ഹോട്ടലിലേക്കാണ് കയറുന്നത്. തീർച്ചയായിട്ടും ഫുഡിനെ മാത്രമല്ല ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് പ്രാഥമിക കാര്യങ്ങൾ ഒരു ചായയും കൂടിയും ബാത്റൂം എല്ലാ ആവശ്യങ്ങളെല്ലാം നടത്തിയൊരു ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ എത്ര രൂപയുടെ വെള്ളം അതൊക്കെ കളഞ്ഞിട്ടാണ് പോകണം. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴൊക്കെ തന്നെ പൊതുവേ എല്ലാവരും ബുദ്ധിമുട്ട്. ഹോട്ടലടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് പറഞ്ഞവരൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ യാത്രയിൽ തന്നെ നമുക്കൊരു ഭക്ഷണം എവിടെയൊന്നും വിശക്കിന് എവിടെയും ഭക്ഷണം കഴിക്കാൻ കയറാൻ ഒരു മാർഗ്ഗം ഓപ്ഷനില്ല. അപ്പോൾ ഹോട്ടലും ഒരു അത്യാവശ്യ സർവീസ് തന്നെയാണ്. അതും ഇതൊരു പരിഗണനയിലേക്ക് വരേണ്ടതാണ് ശരിക്കും. അതുപോലെ ഇതിൻ്റെ ഇടയിലേക്ക് വേറെ കുറെ കോമഡിയും കേൾക്കുന്നുണ്ട് കേട്ടോ. 5000 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുറ്റി എത്തിച്ചേരും. അതല്ലെങ്കിൽ ഇത് രാഷ്ട്രീയപരമായിട്ടാണ്, അതായത് പെട്രോളിൽ കിട്ടണ്ടല്ല, പിന്നെ എന്തുകൊണ്ട് LPG അല്ലെങ്കിൽ ഗ്യാസ് മാത്രം കിട്ടണില്ല എന്നുള്ള അങ്ങനെ പല കോമഡികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും എൻ്റെ ചെവിട്ടിലെത്തി. ഇതിങ്ങനെ പലരും ചർച്ച ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ കിട്ടണ്ട അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയപരമായിട്ടാണ് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ വേറെന്താണ് ഇപ്പൊ നമ്മള് മറ്റേ അസോസിയേഷന്റെ ആരായിരുന്നു അദ്ദേഹം യാത്ര ട്രാവലിംഗിലാണ് അനീഷുണ്ട്. ബിജുവിനെ ഇപ്പൊ കൂടി 1-2 ദിവസം കൂടി ഉള്ളൂ തോന്നുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഒരു അസോസിയേഷനുള്ള ഒരു കടയൊക്കെ മിക്കതും അസോസിയേഷൻ എന്തെങ്കിലും ഇതിനു വേണ്ടി അല്ല നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ഉണ്ട്. അവരൊക്കെ പുള്ളി ഇതിന്റെ പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരും നോക്കുന്നുണ്ട് എന്താണ് എന്നുള്ളൊരു പോംവഴിന്ന് നോക്കുന്നുണ്ട്. അവരും എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനൊരു ഇതുകൊണ്ട് എത്രത്തോളം ആവുന്നുള്ളൊരു ഇതിലാണ്. രണ്ടാമത് റീകണ്ടീഷൻ ചെയ്യണമെങ്കിലാണ് എല്ലാവർക്കും ഒരുപാട് തന്നെ പണിക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ വരണ്ടേ. ഇത് വന്നിട്ട് പിന്നോട് തുടങ്ങാനായിട്ട്. അപ്പോഴും ഓരോരുത്തരെ എല്ലാവരും ലോണും കാര്യങ്ങളൊക്കെ എടുത്തവരുണ്ടാവും. അങ്ങനെ ഒരുപാട് പല പല ബന്ധങ്ങളായിട്ടുള്ള അതെല്ലാം താളം തെറ്റും. ഇപ്പോൾ ഇത് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ച് തന്നെ മീൻകാർ, ഇറച്ചിക്കാർ അവരെല്ലാം പ്രതിസന്ധിയിലൊക്കെ പോകുന്നു. നമ്മുടെ ഈസ്റ്റും ഞങ്ങളുടെ പെരുന്നാളും കഴിഞ്ഞാൽ ഒരുപാട് കല്യാണമുണ്ട്. ഡേറ്റ് മാറ്റി വെച്ചു എന്നുവെച്ചാൽ കാറ്ററിംഗ് ഓർഡർ എടുത്തവർ ഒത്തിരി പേരില്ലേ, അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതിലൊക്കെ പറ്റും. എല്ലാം ഒരു പ്രതിസന്ധിയാണ് ശരിക്കും. എനിക്കിപ്പോൾ ഇതെടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, ഇത് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ചിലവരുടെ ഇപ്പോൾ പഴയ വല്ല ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്റ്റേയിൽ എവിടെയെങ്കിലൊക്കെ ഈ റോക്കറ്റ് സ്റ്റവ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. കുറച്ച് നാളത്തേക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒരു ഹോട്ടൽ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ചാൾ പുള്ളി യൂസ് ചെയ്തോട്ടെ, വെറുതെ ഇരിക്കണമെങ്കിൽ അല്ലേ. ചിലപ്പോൾ അങ്ങനെ ഒരു ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഈ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞാൽ തന്നെ ഈ വാലിലും മറ്റൊക്കെ ആയിട്ട് ചെയ്യണവരുണ്ട്. കുറച്ച് ദിവസത്തേക്ക് അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ അവരൊരു വർക്ക് നടന്നേക്കാം, ഒരു കുടുംബം രക്ഷിക്കണേ. അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ടിന് കൊടുത്തു. ഞാൻ ചെന്ന ഒരു ഹോട്ടലിൽ അവർ തന്നെ ആൾ വെച്ചിട്ട് തൽക്കാലം ആ റോക്കറ്റ് മോഡൽ അടപ്പ് ഒരാളെ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത് പെട്ടെന്നല്ല ഇത് കിട്ടാൻ മാർഗ്ഗമില്ല. ഇത്രയും ഡിലേ ആണ് ഓർഡർ ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അവിടെ അവരതനുസരിച്ച് പണിക്കാരനെ ഉണ്ടാക്കി അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം വേറെ അവരുണ്ടാക്കി അവിടെ ഓൾറെഡി അവിടെ നമ്മുടെ വാഴക്കാല ഭാഗത്ത് തന്നെ തോപ്പും പിടിക്കും. ആ അത് തോപ്പും പിടിക്കും. അപ്പോൾ അവരുണ്ടാക്കി ഇപ്പോൾ അപ്പോൾ അവർക്ക് ബാക്കിയുള്ള ഇതും കൂടി അവർക്ക് കുറച്ച് 2-3 ഹോട്ടലുള്ള പാർട്ടിയാണ്. അപ്പോൾ അത് പണിക്കാർക്ക് വായിക്കേണ്ട അവരും റണ്ണിങ് ആക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്റ്റവ് എവിടെയെങ്കിലും റോക്കറ്റ് സ്റ്റവ് ഇങ്ങനെ ഇവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും സെയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തിട്ടോ. ചിലപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം, അത്രയും വിചാരിച്ചിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഒക്കെ നമ്മുടെ ഇതിൽ പറയാനുണ്ടോ ഇപ്പോൾ? അല്ല, നിങ്ങൾ കുറേ പ്രതിസന്ധികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കാത്ത പല കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാസത്തിൽ 3 പ്രാവശ്യം ഗ്യാസിൻ്റെ വില കൂടി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഇത് നമ്മൾ ഇത്രയും പെട്ടെന്ന് നിൽക്കുമെന്നുള്ള നമ്മൾ ആരും അറിയണല്ലോ.
ആരും അത് അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആരും സ്റ്റോക്ക് ചെയ്യാൻ പിടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. ഗവൺമെൻറ് ഓർഡർ ഉണ്ട് സ്റ്റോക്ക് ചെയ്ത് പിടിക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യ സർവീസിന് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയ കുറ്റി മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ഒരു ഞാനും ഇതിൻ്റെ ഒരു ഭാഗം വേറെ രീതിയിലായിട്ടാണ്. അത് തമാശയായിട്ട് കൂട്ടിയായിട്ട് ഞാനും പേരൊന്നും പറയല. ഈ വീട്ടിലമ്മ കഴിഞ്ഞ ദിവസം എന്ന് പറയണ ഇവിടെ ഇരുന്ന ഗ്യാസ് ഇപ്പോൾ പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്യാസ് ഒരു 1.5 ആഴ്ച മുന്നേ ഒരാൾക്ക് കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞു. അല്ല അയൽവാസി വേറൊരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരനിട്ട് ഓടിക്കേണ്ട കേസ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവില്ല വല്ല വർക്കിനൊക്കെ പോയത്. അപ്പോൾ അതിനുവേണ്ടി അഡ്വാൻസ് എടുത്ത് വെച്ചാൽ പക്ഷേ നിങ്ങളിൽ ഒരു പാർട്ടി ഞാനും ആയെന്ന് പറഞ്ഞാണ് അനുഭവിച്ചു. അതാ പറഞ്ഞ ദിവസം വൈകിട്ട് തീർന്നു. അതാണ് രസം. എന്നാട്ടെ അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ഇവരെ ഡീൽ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ കാശിന്റെ രീതിയിലാണെങ്കിലും നമ്മുടെ ആണെങ്കിലും എല്ലാവരുടെയും കുടുംബങ്ങളിൽ അത് ബാധിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നടക്കട്ടെ. അത്ര നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ശരിയാവുമെന്ന് കേട്ടോ. കുടുംബങ്ങൾ കഴിയുന്നതാണ്. हम लोग गैलेक्सी का पुराना स्टाफ हो गया, बहुत दिन हो गया, 15 साल हो गया इधर. तो अभी गैस 15 साल हो गया हमारा. गैस की वजह से हमारा होटल थोड़ा जल्दी बंद हो गया है, फिर चालू हो जाएगा. अभी 20 स्टाफ है हमारा हिंदी वाला, बाकी सब चला गया. और इधर का सब आदमी को बहुत खुशी है कि हम लोग इधर 15 साल से काम करते हैं. सारा स्टाफ खुशी है. हमारा ओनर, हमारा होटल, सबको बहुत खुशी मिलता है इधर हम काम करके. सबको अच्छा, कोई टेंशन नहीं है हमारा. और हम लोग दुआ करते हैं कि हमारा होटल आगे जाए इंशाल्लाह. अस्सलाम वालेकुम. अभी कितना आदमी है हिंदी वाला? 20 आदमी है. 20. मलयाली सब चला गया. वो कितना है? वो लोग भी 20-25 हो गए. बोल जाने നമ്മളെ ഇവിടെ ഗാലക്സി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ഭായിമാർ സംതിങ് 30 ഉണ്ട്. മലയാളിക്കാരുണ്ട് 30 ഉണ്ട്. ഇവിടെ ഗ്യാസ് ഇല്ലാത്ത നമ്മുടെ ഹോട്ടൽ പൊട്ടിച്ചത്. അപ്പോൾ പെണ്ണലുണ്ട്. പെണ്ണൽ സമയത്ത് നമ്മൾ ഓൾറെഡി 10 ദിവസം ലീവാണ് കട. അപ്പോൾ പിന്നെ മുതലാളി നല്ലതാണല്ലോ. മുതലാളി ഫുൾ ടൈം നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭായിമാരെല്ലാം എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ആയിക്കിട്ട് മുതലാളി, മാനേജർമാർ, ഭായിമാർ, മലയാളിക്കാരെല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ആയിക്കിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. പണ്ട് കുഴപ്പമില്ലാത്ത നമ്മൾ ഇവിടെ. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഗാലക്സി ഹോട്ടലിൻ്റെ ഓണേഴ്സിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ ഒരാളായ സിറാജിക്ക ഉണ്ട്, അൻസാറും ഉണ്ട്. വേറൊരു കാര്യം ചോദിക്കുകയാണ്. അൻസാർ ഇപ്പോൾ ഗാലക്സി ഹോട്ടലിലേക്ക് വന്നിട്ട് എത്ര ആളായി, എത്ര കൊല്ലമായി പ്രവർത്തിക്കണം? 2000 25 കൊല്ലമായി അല്ലേ? എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസ് കിട്ടാതെ ഹോട്ടലിൽ അടച്ചിട്ടേക്കണേണ്? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾ ഇതിൻ്റെ വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുറത്തിറങ്ങിയാണെങ്കിലും മറ്റുള്ള കസ്റ്റമേഴ്സായിട്ട് കൂടുതൽ അല്ലേ ഡെലിവറി ബന്ധപ്പെട്ട്. ഗ്യാസ് കിട്ടാതാവുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും? 40-40 തൊഴിലാളികളില്ലാതല്ലേ നമ്മുടെ കൂട്ടത്തിൽ. കുറച്ച് പേരൊക്കെ പോയി, മലയാളികളൊക്കെ കുറേ എണ്ണം പോയി. ഇപ്പോൾ കുറച്ച് പേരുണ്ട്, ഹിന്ദിക്കാരന് കുറച്ച് പേര് പോയി, ഇനി കുറച്ച് പേര് പോകണം എന്നുള്ളത്. അഥവാ ഈ ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിലാളികളുണ്ടാവും, സ്റ്റാഫുകളുണ്ടാവില്ല. സ്റ്റാഫുണ്ടാവില്ല, എന്ന് കിട്ടും എന്നറിയില്ലല്ലോ. അതാണ് വിഷയം. ഞാനെന്തായാലും നെക്സ്റ്റ് പോകും. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഗ്യാസ് കിട്ടുമ്പോൾ കിട്ടാൻ വരും. മറ്റുള്ളവർ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാഫ് പറയും, സ്റ്റാഫ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ഇതിൽ ഇഷ്ടംമാർ ഫാമിലി തൊഴിലാളികളുള്ളതാണ്. അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്കും അതിനുള്ള ഇതിനുള്ള ഇതില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് അടച്ചിട്ടൊന്നുണ്ട്. പിന്നെ വിറകിൻ്റെ അടപ്പിൻ്റെ അന്വേഷിച്ചപ്പോൾ 1.5 മാസം പിടിക്കും റെഡി ആവണമെങ്കിൽ. കിട്ടാനില്ല. ഞാനത് അറിഞ്ഞിരുന്നു. അത് നമ്മളിപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടോ ഡെലിവറി ഉണ്ടാവുള്ളൂ. അപ്പത്തിന് എന്തൊക്കെ ആവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ എല്ലാ ബുദ്ധിമുട്ട്. എന്തായാലും എല്ലാം വേഗം ശരിയാവട്ടെ. അത്ര തന്നെ അല്ലേ? എല്ലാം ശരിയാവട്ടെ കേട്ടാ. അവനെ ഒന്നും പറയാനില്ല. അവനൊരു കുടുംബമുണ്ട് അല്ലേ? എല്ലാവർക്കും ചേട്ടൻ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും എല്ലാം ശരിയാവട്ടെ വേഗം. അത്ര വേഗം. കഴിഞ്ഞ ക്ഷീണത്തിലേക്കാണ് മാറി വരുന്നുണ്ടാവുന്നത്. അപ്പത്തിലേക്കാണ് ഇത് വന്നുകൊണ്ടിരുന്നത്.
അതിൻ്റെ മുമ്പിൽ വെള്ളപ്പൊക്കം വന്ന ഒരൊറ്റപ്പൊക്കം ഞങ്ങൾ എല്ലാവരുടെയും പോയി കുറേ ദിവസം കഴിഞ്ഞ് വന്നു. പിന്നെ കൊറോണ ടൈമിൽ ഇവിടുന്ന് നമ്മൾ പൈതിയർ എത്തിയപ്പോഴത്തേനാണ് രാത്രി 6 മണിക്കാണ് ബാഗ് കടന്ന് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ വിട്ടിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ പെട്രോൾ ഡീസൽ നിൽക്കുന്നതിൻ്റെ മുമ്പ് ഇവിടുന്ന് നഷ്ടപ്പെട്ടു. അതുപോലെ ഈ നോമ്പ് ടൈമിൽ 10 ദിവസം അവധി ഉണ്ടായിരിക്കും അല്ലേ ഇവർ പറഞ്ഞാലേ, നമ്മുടെ ഹിന്ദിക്കാർ പറഞ്ഞാലേ. അപ്പോൾ അതും എല്ലാം കൂടി ആകെ ഇപ്പോൾ പ്രശ്നവും. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട്? പണ്ടേ നിങ്ങളുടെ എല്ലാ പണിക്കാരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് ലീവൊക്കെ തരും, പക്കയാണ്. 25 ശരിക്കും ലാസ്റ്റ് ദിവസം. അതെ അല്ലേ? ഇന്ന് ഫുള്ളായിട്ട് നമ്മൾ 6 മണിക്ക് മുതൽ ഷട്ടർ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 5 ദിവസം മുമ്പേ നിർത്തി. ഇവർ കുറച്ച് പേരുണ്ടല്ലോ, അവരെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാൻ വേണ്ടി പണിയില്ലാതെ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ച് പെരുന്നാൾ വരെ, പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തോടെ എന്തായാലും എല്ലാം ശരിയാവട്ടെ. അത്രയാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്, നമ്മുടെ ഫ്രണ്ടാണ് മുരുകൻ ചേട്ടാ. ഗ്യാസ് ഇന്നത്തോടുകൂടി തീർന്നെന്നാണ് അറിഞ്ഞത് അല്ലേ? തീർന്നു, മുഴുവനായിട്ട് തീർന്നു. അങ്ങനെ ഇത്ര ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിരുന്നു. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചോണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടത്, നാളെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രതിസന്ധി അല്ലേ, അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ ഈ അടുക്കളയിലോട്ട് കയറാൻ കാരണം മുരുകൻ ചേട്ടനെ കാണിക്കാൻ മാത്രമല്ല, ഇവരിപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് സംശയം അല്ലേ. ഇപ്പോൾ നാളെ ചിലപ്പോൾ ഒരു റെന്റിന് സ്റ്റൗ എടുത്തിട്ട് ചിലപ്പോൾ കിച്ചണിൽ വെച്ചേക്കാം, മറ്റേ പഴയ സ്റ്റൗ അല്ലെങ്കിൽ വിറകടപ്പോ എന്തെങ്കിലും വരുമ്പോഴേക്കും ഇവിടെ പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരോടും പിന്നെ കഴിക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിനോടൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം കുറച്ച് പുകയൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ വേറെ വഴിയില്ല. കാരണം ഹോട്ടലിന്റെ സൈഡിലോ ഫ്രണ്ടിലോ ബാക്കിലോ സ്ഥലം ഇല്ലാത്തവർക്ക്, ഇതുപോലെയുള്ള റൂമിൽ നിൽക്കുന്നവർക്ക് അടപ്പ് സ്റ്റവ് വെക്കുമ്പോൾ അല്ലെങ്കിൽ വിറകടപ്പ് വെക്കുമ്പോൾ പുകയൊക്കെ ചിലപ്പോൾ കഴിക്കുന്നിടത്തേക്ക് കുറേശ്ശൊക്കെ വന്നേക്കാം. നിങ്ങൾക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കിച്ചണിലേക്ക് വന്നത്. ഓക്കെ കേട്ടോ, താങ്ക് യു. പലരും ഈ കേട്ട സ്ഥാനത്തേക്കുന്ന പലരും ഇതേപോലെ ഹോട്ടലാണ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരുന്ന പലരും അനുഭവിക്കേണ്ടാവും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരുടെ പ്രശ്നങ്ങൾ ചെറിയൊരു കട നടത്തണവനാണ് അവൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അവൻ്റെ കുടുംബം പറ്റിയേ നല്ലൊരു വിശേഷ ദിവസങ്ങൾ വരും. എല്ലാം കൂടി ആയപ്പോൾ അവൻ ഇത് പ്രതീക്ഷിക്കാത്തൊരിതാണല്ലോ വന്നേക്കുന്നത്. നോമ്പ് ടൈമിലുമാണ്. നോമ്പിന്റെ മാത്രമല്ല, ഇപ്പൊ നല്ലൊരു പെരുന്നാളും ഈസ്റ്ററും എല്ലാം കൂടി വരും. അപ്പൊ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ബാധിക്കും എല്ലാവരും. ഇതും ഇപ്പൊ ഒരു ടൂറിസ്റ്റ് മേഖല ആണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ പുറത്തൊരു ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല. അപ്പൊ ആരും എങ്ങും പോലെ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ ആ മേഖല ഒരു ഇതായി. വെക്കേഷൻ ആകുമ്പോൾ ഇപ്പൊ ഈസ്റ്ററും പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും എല്ലാവരും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ മേഖല ഹോട്ടലുകളെല്ലാം ബാധിച്ചു. അങ്ങനെ എല്ലാവരും അല്ല, ഇപ്പോൾ ഇക്ക പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കേട്ടാണ്. ഒരു ചേട്ടനൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് നടത്തുന്നുണ്ട്. അവിടെ വന്ന ഈ ഒരു അടുത്ത ആഴ്ചകളിലൊക്കെ ഗസ്റ്റ് ബുക്കിംഗ് ആണ്. അവർ വിളിച്ചിട്ട് ചോദിച്ച് ഞങ്ങൾ വന്ന ഫുഡിന്റെ പ്രശ്നം ഉണ്ടാവുമോ എന്നാണ് ഇപ്പം ചോദിക്കുന്നത്. അപ്പം ഇക്ക പറഞ്ഞാൽ പല മേഖലകളിലും അത് ബാധിച്ച് ഞങ്ങളെയും ബാധിക്കും. ഈ ഫംഗ്ഷൻസ് മാറ്റി നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളെയും ബാധിക്കും. അപ്പോൾ പല രീതിയിൽ പലരെയും ബാധിക്കും. ഇവിടെ അവരുടെ റൂംസ് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നത് മുകളിലുള്ള അവർ മെയിനായിട്ട് റൂം ഫുഡ് ഉൾപ്പെടെ ഒരു ഓർഡർ എടുത്താണ്. പക്ഷെ അവർ ക്യാൻസൽ ഫുഡ് കിട്ടുമെന്നുള്ളതിൽ അപ്പം അവരത് ക്യാൻസൽ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവരും. ആ മേഖല വെച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയും ഇത് ബാധിച്ചു. അപ്പോൾ ഓക്കെ, സന്തോഷമൊന്നും പറയാനില്ല. അവർ അതിന് വലിയ പ്രശ്നം കൈ കൊടുത്ത് സന്തോഷം എന്നൊക്കെ കുഞ്ഞിലോട്ട് ഓക്കെ.